ദൈവത്തിൽ നിന്ന് വരുന്നൊരു ഫ്ലോ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഒഴുക്ക്. ആ ഒഴുക്കിങ്ങനെ കാസ്കേഡ് ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിനടിയിൽ കൊണ്ടുപോയി നമ്മൾ നിർത്തിയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ നാം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നാം നമ്മെ തന്നെ ദൈവത്തിൽ നിന്ന് ഒഴുകി വരുന്ന അനുഗ്രഹങ്ങളുടെ വർഷത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി നമ്മളെ തന്നെ പ്ലേസ് ചെയ്യുക. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വരുത്തിയിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, ദൈവത്താൽ നിയമം സ്ഥാപിക്കപ്പെട്ടവർ, അങ്ങനെയുള്ളൊരു കൂട്ടത്തെ കർത്താവ് ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. ഇത് തന്നെയാണ് ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാമായി, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ നമുക്ക് കൊട്ടാരക്കരയിൽ നിന്ന് മിനി സാംസൺ ആണ് ആദ്യത്തെ നമ്മുടെ സ്പോൺസർ. ഒരു കീ സ്പോൺസറാണ്. ഇന്ന് മകൻ ആൻസണിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ആൻസൺ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ്റെ മാർച്ച് 13 തുടങ്ങുന്ന എക്സാം അനുഗ്രഹിക്കപ്പെടുവാൻ, മകൻ്റെ ചുമ സൗഖ്യമാകുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്കും വചന സന്ദേശത്തിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പോവുകയാണ്. അതിന് മുന്നമേ 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഈ മാസം, ഏപ്രിൽ മാസം 15, 16 ഈ 2 തീയതികളിലായിട്ട് 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു പ്രോഗ്രാം, ടീൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്യാമ്പ് നമ്മൾ നടപ്പാക്കുകയാണ്. കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഡീറ്റെയിൽസ് എല്ലാം കാണാം. രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും രജിസ്റ്റർ ചെയ്യുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാക്കൽറ്റിയാണ് അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ തന്നെ ദ ഗ്യാദറിംഗ് എന്ന പേരിൽ ശക്തമായിട്ടുള്ള മീറ്റിംഗ് ഏപ്രിൽ 10 തീയതി നമുക്ക് ട്രിവാൻഡ്രത്തും, അതുപോലെ തന്നെ ഏപ്രിൽ 18 ബാംഗ്ലൂരിലും പാസ്റ്റർ നെഹമായ ഡാമിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ആ മീറ്റിങ്ങിലേക്ക് ഞങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം കോഴിക്കോടും ഞങ്ങൾക്ക് വരികയാണ്. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൻ്റെ പേരിൽ ഈ മാസം തന്നെ 18 തീയതി ശനിയാഴ്ച അതേ ദിവസം തന്നെ കോഴിക്കോടും ബ്ലെസ്സിങ് ഫെസ്റ്റിവലായിട്ട് ബ്രദർ ഡാമിനും അതുപോലെ ഞങ്ങളെല്ലാവരും അവിടേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരെയും നേരത്തെ തന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട്. അതുകൂടെ ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, മെയ് 1 തീയതി നമ്മുടെ ഹാപ്പി ഹോംസ് നടക്കാൻ പോവുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ആ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കുക. യെസ്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവവചനത്തിലേക്ക് കടക്കാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു
വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം. സ്തുതിക്കാമെൻ അന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി. എന്നന്തരംഗമേ എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. വെൽക്കം ബാക്ക്. ഒരു പുതിയ മോർണിംഗ് ഗ്ലോറി വീക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഏപ്രിൽ 6 മൺഡേ. എല്ലാവരും ഡിവോഷണൽ ഡയറിയിൽ ആ പേജ് എടുക്കുക. ആൻഡ് ഇന്നത്തെ ഫോക്കസ് വേർഡ് ഈസ് ജനറോസിറ്റി. ഉദാരമനസ്കത, ഔദാര്യം. ഇതിനു മുമ്പ് ഈ പല സംസാരിക്കുന്ന പല ടോപ്പിക്സും ഇടയ്ക്കൊക്കെ മുഴുവനായിട്ടോ ഭാഗ്യമായിട്ടൊക്കെ വന്നതായിരിക്കാം. പക്ഷേ നമ്മൾ ആവർത്തനത്തിലൂടെ ഒന്നുകൂടെ അത് നമുക്ക് വളരെ നന്നായി മനസ്സിലാക്കാൻ കർത്താവ് സഹായിക്കും. ഉദാരമനസ്കത എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഇന്നത്തെ ഫോക്കസ് വേർഡ് തന്നെ ആക്റ്റീവായിട്ട് എല്ലാവരും ടൈപ്പ് ചെയ്യുക. പ്രോവബ്സ് 11:25, സദൃശവാക്യങ്ങൾ 11:25. എ ജനറസ് പേഴ്സൺ വിൽ പ്രോസ്പർ, ഹൂ എവർ റിഫ്രഷസ് അതേഴ്സ് വിൽ ബി റിഫ്രഷ്ഡ്. ഈ പല വാക്യങ്ങളും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ പറയുന്നതനുസരിച്ച് ഉദാരമനസ്കനായ ഒരാൾ അഭിവൃദ്ധി പ്രാപിക്കും. ഞാൻ എൻ്റേതായ മലയാളത്തിൽ പറയുകയാണ്. ഇതിൻ്റെ ശരിയായ ബൈബിളിലെ തർജ്ജമ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ജനറസ് ആയിട്ടുള്ള ഒരാൾ, ഉദാരമനസ്കനായ, ധാരാളമായി നൽകുന്ന സ്വഭാവമുള്ളൊരു വ്യക്തി അഭിവൃദ്ധി പ്രാപിക്കും. ഒത്തിരി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സാധാരണ കുറഞ്ഞേ പോവുള്ളൂ. പക്ഷേ ദൈവജനത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് അത് കൂടുതൽ ആ വ്യക്തി അഭിവൃദ്ധി പ്രാപിക്കും. ഹൂ എവർ റിഫ്രഷസ് അതേഴ്സ് വിൽ ബി റിഫ്രഷ്ഡ്. മറ്റുള്ളവരെ തണുപ്പിക്കുന്നതിന് തണുപ്പ് കിട്ടും. ഡെക്ലറേഷൻ നോക്കുക. ഐ ഗിവ് ഫ്രീലി ആൻഡ് ജോയ്ഫുള്ളി ടുഡേ. ഞാൻ ഇന്ന് ധാരാളമായി സന്തോഷത്തോടുകൂടെ കൊടുക്കുന്നു. ആസ് ഐ ബ്ലെസ് അതേഴ്സ്, ഗോഡ് റിഫ്രഷസ് ആൻഡ് മൾട്ടിപ്ലൈസ് മീ. ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം എന്നെ തണുപ്പിക്കുകയും എനിക്ക് വർധനവ് നൽകുകയും ചെയ്യുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ ആ പേജ് നോക്കി വായിച്ച് ടിക്ക് ചെയ്യുക. ജനറോസിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. 4 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്പർ 1, ജനറോസിറ്റി റിഫ്ലെക്ട്സ് ഗോഡ്സ് നേച്ചർ. ഉദാരമനസ്കത ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ധാരാളമായി കൊടുക്കുന്ന സ്വഭാവം ദൈവത്തിൻ്റേതാണ്. ഗോഡ് ഈസ് ദി അൾട്ടിമേറ്റ് ഗിവർ. കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്. വലിയ സമ്പന്നന്മാർ തങ്ങളുടെ സ്വത്ത് മുഴുവൻ ചാരിറ്റിക്ക് കൊടുത്തു, ഫിലന്ത്രോപ്പിക് ആക്ടിവിറ്റീസിന് കൊടുത്തു, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തു, പാവങ്ങൾക്ക് കൊടുത്തു. ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കി ദൈവത്തെ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. നോബഡി ക്യാൻ ബീറ്റ് ഗോഡ് ഇൻ ഗിവിങ്. കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ദൈവത്തെ തോൽപ്പിക്കാൻ സാധ്യമല്ല. കാരണം എവറിത്തിങ് വി ഹാവ് ഫ്ലോസ് ഫ്രം ഹിസ് ജനറോസിറ്റി. കർത്താവിൻ്റെ ഉദാരമനസ്കതയിൽ നിന്നാണ് ഇന്ന് നമുക്കുള്ള സകലവും ഒഴുകി വരുന്നത്. നമുക്കുള്ള ഭവനം, നമുക്കുള്ള വാഹനങ്ങൾ, നമുക്കുള്ള വസ്ത്രം, ഉള്ളതെല്ലാം. പലർക്കും പല ഏറ്റക്കുറച്ചിലുകൾ കാണും. പക്ഷേ ഉള്ളതെല്ലാം ദൈവത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. യോഹന്നാൻ 3:16, ഗോഡ് ഗേവ് ഹിസ് ഓൺലി സൺ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്നു. ദൈവത്തിന് ആകെ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകനെ അവൻ നമുക്ക് തന്നു. കിട്ടിയതോ നമ്മളെല്ലാവരും മക്കളായി കിട്ടി. അപ്പോൾ അതിലും ദൈവത്തിന് അവിടെ ഒരു പ്രിൻസിപ്പിൾ കണ്ടായിരുന്നു. കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. ജനറസ് ഹാർട്ട് കാണിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ധാരാളമായി കിട്ടും. മറ്റുള്ളവരെ തണുപ്പിക്കുമ്പോൾ നമുക്ക് തിരിച്ചത് കിട്ടും. യാക്കോബിൻ്റെ ലേഖനം 1:17, എവ്രി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് കംസ് ഫ്രം എബവ്. എല്ലാ നല്ല ദാനവും തികഞ്ഞവരവും ഉയരത്തിൽ നിന്ന് പിതാവിൽ നിന്ന് തന്നെ വരുന്നു.
സങ്കീർത്തനങ്ങൾ 145:16 God satisfies the desires of every living thing. അത് ഭയങ്കര സംഭവമാണ്. സങ്കീർത്തനം 145:16 പറയുന്നതനുസരിച്ച് ജീവനുള്ളതിനൊക്കെയും അവൻ തൃപ്തി വരുത്തുന്നു. വാവ്! ജീവനുള്ളതിനൊക്കെയും അവൻ തൃപ്തി വരുത്തുന്നു. ജീവനുള്ളതിനൊക്കെയും അവൻ തൃപ്തി വരുത്തുന്നു എന്ന് വെച്ചാൽ മനുഷ്യർക്ക് മാത്രമല്ല, ഹിപ്പോപ്പൊട്ടാമസിനും വലിയ ആനയ്ക്കും നീലത്തിമിംഗലത്തിനും ചെറിയ ഉറുമ്പുകൾക്കും എല്ലാവർക്കും ആഹാരം കൊടുത്ത് തൃപ്തി വരുത്തുന്നത് ദൈവമാണ്. ഇപ്പം നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് ഒരു ഓർഫനേജ് നമുക്കുണ്ടായിരുന്ന കാലഘട്ടം ഒരുപക്ഷെ നിങ്ങൾ ചിലർക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും. കുറേയധികം പെൺകുട്ടികളെ നമ്മൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾ വളർത്തുമായിരുന്നു. പിന്നീട് ചില നിയമങ്ങൾ മാറിയ ശേഷം നമുക്ക് ആ സ്ഥാപനം നിർത്തേണ്ടി വന്നു. എന്നാൽ ആ സമയത്ത് ചിലരൊക്കെ ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു സമയം അവരുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത് അവർ പറയും, ഇത്രാം തീയതിയുള്ള ലഞ്ച് ഞങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ അവർ ചെയ്യുന്നത് ഈ കുട്ടികളോടൊപ്പം, അനാഥ കുട്ടികളോടൊപ്പം അവരുടെ മക്കളെ, അവരുടെ മകനോ മകളോ ബർത്ത്ഡേ ആഘോഷിക്കുകയാണെങ്കിൽ അവരെ കൊണ്ടുവന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് കേക്ക് മുറിച്ച് അവർക്കെല്ലാവർക്കും ബിരിയാണിയോ നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അവരോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ അകത്ത് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. കണ്ടോ, അനാഥ കുഞ്ഞുങ്ങളോടൊപ്പം എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ജന്മദിനം ആഘോഷിക്കാൻ സാധിച്ചു. അകത്ത് കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യം, ഒരു സംതൃപ്തി. നമ്മൾ കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി, എല്ലാ ദിവസവും എല്ലാ നേരവും ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടിചരാചരങ്ങൾക്കും, അതായത് കരയുന്ന കാക്കയ്ക്ക് ഇല്ലേ, പറക്കുന്ന എല്ലാ പറവകൾക്ക്, പിന്നെ എല്ലാ മൃഗങ്ങൾക്ക്, ജലത്തിലുള്ള എല്ലാ മൃഗജാലങ്ങൾക്ക്, എല്ലാ ജന്തുക്കൾക്ക്, എല്ലാവർക്കും ഒരു ദിവസം ഭക്ഷണം കൊടുക്കണമെങ്കിൽ എത്ര ടൺ ആഹാരം വേണം? ഇത് മുഴുവൻ കൊടുക്കുന്നതാരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജനറോസിറ്റി എത്ര ഭയങ്കരമാണ്. നമ്മൾ രണ്ട് പേർക്ക്, ഒരാൾക്കൊരു പൊതിച്ചോറ് മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ കുറേ ഭക്ഷണം മേടിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് ഞാൻ കൊടുത്തല്ലോ എന്നൊരു തോന്നലുണ്ടാകുമെങ്കിൽ ദൈവം കൊടുക്കുന്നതിനെക്കുറിച്ച്, ദൈവം എല്ലാവർക്കും എല്ലാം ജീവശ്വാസവും എല്ലാം അവൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വെൻ വി ഗിവ് വി റിഫ്ലക്ട് ദ നേച്ചർ ഓഫ് എ ഹെവൻലി ഫാദർ. നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവത്തെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അതിലൂടെ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് കുട്ടികൾക്ക് മാതാപിതാക്കളുടെ സ്വഭാവം കാണും. ചില സമയത്ത് പെൺമക്കൾക്ക് അപ്പൻ്റെ സ്വഭാവം കിട്ടും, ആൺമക്കൾക്ക് അമ്മയുടെ സ്വഭാവം കിട്ടും, അല്ലെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ വരാം. അപ്പം നമ്മൾ പറയും, അപ്പനെ പോലെ തന്നെയാണ്, അമ്മയെ പോലെ തന്നെയാണ്, അതേ സ്വഭാവമാണ് എന്ന് പറയുന്നത് പോലെ നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് അതിലൂടെ പ്രതിഫലിക്കുന്നത് എന്താണ്? നമ്മുടെ പിതാവിൻ്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവമാണ് നമ്മളിലൂടെ വെളിപ്പെടുന്നത്. നമ്പർ 2, ജനറോസിറ്റി ഓപ്പൺസ് ദ ഡോർ ടു ബ്ലെസ്സിങ്. നമ്മൾ ഉദാരമനസ്കരായി മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വാതായനങ്ങൾ നമുക്ക് വേണ്ടി കർത്താവ് തുറന്നു തരും. ജനറോസിറ്റി പൊസിഷൻസ് us അണ്ടർ ഗോഡ്സ് ഫ്ലോ. ദൈവത്തിൽ നിന്ന് വരുന്നൊരു ഫ്ലോ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഒഴുക്ക്. ആ ഒഴുക്കിങ്ങനെ കാസ്കേഡ് ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിനടിയിൽ കൊണ്ടുപോയി നമ്മളെ നിർത്തിയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ നാം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നാം നമ്മെ തന്നെ ദൈവത്തിൽ നിന്ന് ഒഴുകി വരുന്ന അനുഗ്രഹങ്ങളുടെ വർഷത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി നമ്മളെ തന്നെ പ്ലേസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ദിസ് പ്രോസ്പെറിറ്റി ഈസ് നോട്ട് ഓൺലി ഫിനാൻഷ്യൽ. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയല്ല, ഇത് സാമ്പത്തികം മാത്രമല്ല, ഇറ്റ് ഇൻക്ലൂഡ്സ് പീസ്, ഫേവർ ആൻഡ് ഇൻക്രീസ്. സമാധാനം അതുപോലെ തന്നെ കിട്ടും, ദൈവികമായ അനുകൂലത ലഭിക്കും, വർധനവുണ്ടാകും. ഈ കാര്യത്തിൽ മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും കുറേയധികം മുന്നേറ്റം ഉണ്ടാകുന്നത്. ചിലപ്പോൾ മാനസികമായിട്ടായിരിക്കും അനുഗ്രഹിക്കപ്പെടുന്നത്. ലൂക്കോസ് 6:38 ഗിവ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. കൊടുപ്പിനെന്നാൽ
നിങ്ങൾക്ക് കിട്ടും. ലൂക്ക് 6:38 നമ്മൾ പറഞ്ഞത്. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കൂടെ കൂടെ പറയാറുള്ള വചനമാണ്. 2 Corinthians 9:6 ഹൂഎവർ സോസ് ജനറസ്ലി വിൽ റീപ്പ് ജനറസ്ലി. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. ഒരാൾ ഒരു പറ വിത്തെടുത്ത് വിതച്ചു, അതിനാനുപാതികമായി ഇത്ര മേനിയാണ് വിളയാൻ പോകുന്നത്. എന്ത് 2 പറ വിതച്ചാലോ അതിൻ്റെ ഇരട്ടിയാണ്, 10 പറ വിതച്ചാലോ അതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ജനറസായി വിതയ്ക്കുന്നുവോ, എത്രത്തോളം ധാരാളമായി വിതയ്ക്കുന്നുവോ, അതിനനുസരിച്ച് ധാരാളമായി കൊയ്യാൻ കർത്താവ് നമ്മെ സഹായിക്കും. മലാക്കി 3:10 കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഗോഡ് ഓപ്പൺസ് ദ വിൻഡോസ് ഓഫ് ഹെവൻ. ദൈവം ചെയ്യാൻ പോകുന്നത് സ്വർഗത്തിൻ്റെ വാതിലുകളെ അവൻ തുറക്കും, അല്ലെങ്കിൽ വാതായനങ്ങളെ തുറക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടപ്പോൾ ഇങ്ങനെയാണ് ചിന്തിച്ചത്. അണക്കെട്ടുകളുടെ ചീപ്പുകൾ, ഷട്ടറുകൾ തുറക്കുന്നത് പോലെ കർത്താവ് തൻ്റെ സ്വർഗീയ ഭണ്ഡാരത്തിൻ്റെ ഷട്ടറുകൾ തുറന്നു തരും. ഒരു ഒഴുക്കുള്ള നദിയാണെങ്കിൽ എപ്പോഴും ഫ്രഷായിരിക്കും. എന്നാൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിലോ അതിനകത്ത് പായലുകൾ വളർന്ന് പലവിധ ചെടികൾ വളർന്ന് അത് സ്റ്റെയിലായി ദുർഗന്ധമുള്ളതായി ഒക്കെ മാറും. അപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മിലൂടെ ദൈവത്തിൻ്റെ റിസോഴ്സസ് ഒഴുകുകയാണെങ്കിൽ അതിലൊരു ഭയങ്കരമായ അനുഗ്രഹമുണ്ട്. നമ്മിലൂടെ ദൈവിക അനുഗ്രഹങ്ങൾ ഒഴുകുന്നു. കെട്ടിക്കിടന്നാലോ അത് സ്റ്റെയിലായി പോകും. അപ്പോൾ ഗിവിങ് കീപ്സ് ലൈഫ് ഫ്ലോയിങ്. നമ്മൾ കൊടുക്കുമ്പോൾ നമ്മിലൂടെ ജീവൻ ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്പർ 3, ജനറോസിറ്റി റിഫ്രഷസ് അതേഴ്സ് ആൻഡ് യുവർ സെൽഫ്. നമ്മുടെ ഉദാരമനസ്കത നമ്മെയും അതുപോലെ മറ്റുള്ളവരെയും തണുപ്പിക്കും. എന്ന് വെച്ചാൽ ആശ്വാസം നൽകും. ബിക്കോസ് the one who refreshes others will also be refreshed. മറ്റുള്ളവർക്കൊരു തണുപ്പ് നൽകുന്നവൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ദാരിദ്ര്യത്തിലിരിക്കുന്ന ഒരാൾക്കൊരു സഹായം എത്തിച്ചു കൊടുത്തു. ഞാൻ സാധാരണ നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിലുള്ളവരോടൊക്കെ പറയുന്നൊരു കാര്യമാണ്, കഴിയുന്നത്ര നമ്മുടെ ലവ് ഇൻ ആക്ഷൻ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ദരിദ്രർക്ക് ആഹാരം കൊണ്ടുപോയി കൊടുക്കുക. പല നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ സഭകളും ചെയ്യുന്നൊരു കാര്യമാണ്. അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് വൃദ്ധസദനത്തിൽ, അനാഥാലയങ്ങളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് ചിലപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വളരെ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ചില വീടുകളിൽ ചെന്ന് ഒരു മാസത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക, ഭക്ഷണ സാമഗ്രികൾ മേടിച്ചു കൊടുക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് അവരുടെ അകത്തൊക്കെ ഒരു വലിയ തണുപ്പ് എന്ന് വെച്ചാൽ ആശ്വാസം ഇറങ്ങി വരും. ഇവിടെ എത്ര ആശ്വാസം അല്ലെങ്കിൽ തണുപ്പ് ഹൃദയത്തിൽ ഇറങ്ങുമോ അതുപോലെ തന്നെ അത് കൊടുക്കുന്ന ആളുടെ അകത്തേക്കും ഇറങ്ങി വരും. അതുകൊണ്ടാണ് തണുപ്പിക്കുന്നതിന് തണുപ്പ് കിട്ടും. The one who refreshes others will also be refreshed. മറ്റുള്ളവർക്ക് തണുപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് തണുപ്പ് കിട്ടും. So this is a divine cycle of blessing. ഇവിടെ കാണുന്ന ദൈവികമായ ഒരു അനുഗ്രഹത്തിൻ്റെ ചക്രം, ഒരു സൈക്കിളാണത്. തണുപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് തണുപ്പ് കിട്ടും. ഇങ്ങനെയുള്ള ഒരു സൈക്കിൾ നമുക്കവിടെ കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റുണ്ട്. അദ്ദേഹം എഫെസോസ് എന്ന് പറയുന്ന സ്ഥലത്ത് 3 വർഷത്തിലധികം താമസിച്ച് ആ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച ദൈവിക വെളിപ്പാടുകളെല്ലാം അവിടെയുള്ള മൂപ്പന്മാരെയും ജനങ്ങളെയും ശക്തമായി നല്ല രീതിയിൽ പഠിപ്പിച്ച് എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു. മാക്സിമം ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെത്താൻ ജോലി ചെയ്ത് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു. ജോലി ചെയ്ത് തനിക്കും മറ്റുള്ളവർക്കുള്ളതിനും താൻ കൂടാരപ്പണിയെല്ലാം ചെയ്ത് ജീവിച്ച കാര്യം അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാം, ഇറ്റ് ഈസ് മോർ ബ്ലെസ്ഡ് ടു ഗീവ് ദാൻ ടു റിസീവ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഏറെ നല്ലത്. അതൊരു ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് കിട്ടാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ കൊടുക്കുവാൻ ചിലപ്പോൾ നമുക്ക് അത്രയും താല്പര്യം കാണില്ല, അത്രയും സന്തോഷം കാണില്ല. അപ്പോൾ പൗലോസ് പറയും, ഇറ്റ്സ് മോർ ബ്ലെസ്ഡ് ടു ഗിവ് ദാൻ ടു റിസീവ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഏറെ നല്ലത്.
കൂടുതൽ സന്തോഷം ലഭിക്കും. 58 ഏഷ്യാവ് 10 മുതൽ 11 വരെ വായിക്കുമ്പോൾ, വെൻ യു പോർ ഇൻ ടു അതേഴ്സ് യുവർ ലൈറ്റ് റൈസസ്. മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ, മറ്റുള്ളവരിലേക്ക് വാരി വിതറി കൊടുക്കുമ്പോൾ നിങ്ങളുടെ പ്രകാശം ഉദയം ചെയ്യാൻ തുടങ്ങും. ജീവിതം ബ്രൈറ്ററായി മാറും, കൂടുതൽ ശോഭയുള്ളതായി മാറും. ഫിലിപ്പി ലേഖനം 4:19 ഗോഡ് സപ്ലൈസ് ഓൾ യുവർ നീഡ്സ്. കാരണം അവിടെ പൗലോസ് ഫിലിപ്പ് ലേഖനം എഴുതി അവസാന ഭാഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഫിലിപ്പ് സഭ മിഷൻ പ്രവർത്തനങ്ങളിൽ സപ്പോർട്ട് ചെയ്തു. മിഷൻ പ്രവർത്തനങ്ങൾ സപ്പോർട്ട് ചെയ്ത സമയത്ത് ഗോഡ് സപ്ലൈസ് ഓൾ യുവർ നീഡ്സ് എന്ന് അവരോട് പറയാം, ഫിലിപ്പ് സഭയോട് പറയാണ്. നിങ്ങൾ എൻ്റെ ബുദ്ധിമുട്ടിൽ സഹായിച്ചതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം തൻ്റെ ഭണ്ഡാരം തുറന്ന് നിങ്ങളെ സഹായിക്കും. ഇതാണ് അദ്ദേഹം പറയുന്നത്. മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കുന്നൊരു കപ്പ്, ഈ ഒരു കപ്പിൽ നോർമലി നമ്മൾ മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നിരിക്കട്ടെ. ഒഴിച്ചു കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഇതിലേക്ക് വീണ്ടും നിറയ്ക്കും. വീണ്ടും നിറയുമ്പോൾ വീണ്ടും ഒഴിക്കാൻ സാധിക്കും. ഇങ്ങനെ നിരന്തരമായി അത് നിറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് ഈ പറയുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഡ്രൈ ആയി പോകുകയില്ല. വീണ്ടും വീണ്ടും കർത്താവ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം പറയുന്നത് വെറുതെ കൊടുക്കാനും വാങ്ങാനുമല്ല, ദൈവവുമായുള്ള ഒരു വലിയ ബന്ധം നിലനിർത്തി ആ പ്രിൻസിപ്പിളിൽ നിൽക്കുമ്പോഴാണ് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് മറക്കരുത്. നമ്പർ 4, ജനറോസിറ്റി ബിൽഡ്സ് ഇറ്റേണൽ ഇമ്പാക്റ്റ്. ഇപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു, 4-മത്തേതെന്ന് പറയുന്നത് അതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. ജനറോസിറ്റി ബിൽഡ്സ് ഇറ്റേണൽ ഇമ്പാക്റ്റ്. ഉദാരമനസ്കത നിത്യമായൊരു സ്വാധീനത്തെ ഉളവാക്കുന്നു. നിത്യതയെ സ്വാധീനിക്കുന്നതാണ് നമ്മൾ ഈ ഭൂമിയിൽ കൊടുക്കുന്നത്. കാരണം ജനറോസിറ്റി കണക്ട്സ് എർത്തിലി റിസോഴ്സസ് ടു ഇറ്റേണൽ പർപ്പസ്. ഭൂമിയിലുള്ള വിഭവങ്ങളെ, ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ നിത്യമായ ഒരു ഉദ്ദേശത്തിന് വേണ്ടി കണക്ട് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ കൊടുക്കുന്ന സ്വഭാവം, ജനറോസിറ്റി എന്ന് പറയുന്നത്. വാട്ട് വി ഗിവ് ഇൻ ഗോഡ്സ് കിങ്ഡം പ്രൊഡ്യൂസസ് ലാസ്റ്റിംഗ് ഫ്രൂട്ട്. നാം ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്നത് എന്താണ്? ലാസ്റ്റിംഗ് ഫ്രൂട്ട്. എന്നേക്ക് നിലനിൽക്കുന്ന ചില ഫലങ്ങൾ അതിലൂടെ ഉളവായി വരും. മത്തായി 6:20 സ്റ്റോർ അപ്പ് ട്രഷേഴ്സ് ഇൻ ഹെവൻ. ഈ ഭൂമിയിൽ ഒരാൾക്ക് കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാകും. സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചുകൊള്ളുവിൻ എന്നാണ് അവിടെ പറയുന്നത്. 2 കൊരിന്ത്യർ 9:11 എൻറിച്ച് ടു ബി ജനറസ് ഓൺ എവറി ഒക്കേഷൻ. എല്ലാ സാഹചര്യങ്ങളിലും ധാരാളമായി മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതിന് അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ സമ്പന്നരാക്കി മാറ്റും. സദൃശവാക്യങ്ങൾ 19:17 കൈൻഡ്നസ് ടു ദ പൂർ ഈസ് ലെൻഡിങ് ടു ദ ലോർഡ്. ദരിദ്രർക്ക് വേണ്ടി, ദരിദ്രരോട് കരുണ കാണിക്കുമ്പോൾ ദൈവത്തിന് വായ്പ കൊടുക്കുന്നതിന് തുല്യമാണ്. വായ്പ കൊടുക്കുമ്പോൾ അത് തിരിച്ചു കിട്ടും. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ തിരിച്ച് കിട്ടില്ല. ഇപ്പം ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വരാറുണ്ട്. അവർ ചിലരൊക്കെ സഹായിച്ചു, പക്ഷേ സഹായിച്ചിട്ട് അവർ തിരിച്ചത് കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ല. രേഖയുണ്ടോ? ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. രേഖയുണ്ടോ? എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരു ചെക്ക് എന്തെങ്കിലും മേടിച്ച് പിടിച്ചിട്ടുണ്ടോ? അതുമില്ല. അത് വിശ്വാസത്തിൻ്റെ പുറത്ത് കൊടുത്തതാണ്. ഇപ്പോൾ കോൾ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ സാധാരണ പറയുന്നൊരു കാര്യം, നിങ്ങൾ തിരിച്ചു കിട്ടണം എന്നാഗ്രഹിച്ചാണത് കൊടുത്തതെങ്കിൽ, ആരും ആയിക്കോട്ടെ, വിശ്വാസിയാകാം അവിശ്വാസിയാകാം ആരുമാകാം, നിങ്ങൾക്ക് ഈ പണം തിരിച്ചു കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് കൊടുത്തതെങ്കിൽ അത് വ്യക്തമായി വാലിഡായിട്ടുള്ള രീതിയിൽ രേഖയുണ്ടാക്കണം. സഭകളിൽ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ്. അവിടുത്തെ ശുശ്രൂഷകരോ അല്ലെങ്കിൽ മുകളിലുള്ള ആളുകളോ അറിയാതെ ഒരിക്കലും വിശ്വാസികൾ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ പാടില്ല. കാരണം ആ കാരണത്താൽ തന്നെ ചിലർക്ക് സഭയിൽ വരാൻ പറ്റാതെ വരും. സമയത്ത് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, കർത്തൃമേശയുടെ സമയത്ത് വല്ലാത്തൊരു മാനസിക വിഭ്രാന്തി, ഇങ്ങനെയൊക്കെ വന്ന് ചിലർക്ക് പതുക്കെ സഭയിൽ നിന്ന് പോകും.
അവസാനം സഭയ്ക്ക് ചീത്തപ്പേരാണ്. ഇത് സഭ അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ സാധാരണ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടണം എന്ന രീതിയിലാണെങ്കിൽ, എത്ര അടുപ്പമുള്ളവരായാലും ശരി, നിങ്ങൾ സ്വന്തം ഇന്ന ആളാണെന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അതിന് രേഖയുണ്ടാക്കണം. രേഖ സാധാരണ ഇങ്ങനെ തമ്മിൽ രേഖ ഉണ്ടാക്കിയാൽ മാത്രം പോരാ. ചർച്ചിൽ വരുന്നവരാണെങ്കിൽ, ബ്ലെസ്ഡ് ടുഡേയിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ, ചർച്ചിൽ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ശുശ്രൂഷകരോട് പെർമിഷൻ മേടിക്കാതെ നിങ്ങളിത് ചെയ്യാൻ പാടില്ല. മാക്സിമം വിശ്വാസികൾ തമ്മിൽ പണമിടപാടുകൾ പാടില്ല. എന്നാൽ ദാനം കൊടുക്കാം, നോ പ്രോബ്ലം, എത്ര വേണേലും കൊടുക്കാം. തിരിച്ച് പ്രതീക്ഷിക്കരുത്. ആരിൽ നിന്ന്? അയാളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷേ ഈ വാക്യം പറയുന്നത് കേട്ടോ, സദൃശവാക്യങ്ങൾ 19:17, കൈൻഡ്നെസ് ടു ദ പൂർ ഈസ് ലെൻഡിങ് ടു ദ ലോർഡ്. ദരിദ്രരോട് കാണിക്കുന്ന ദയ കർത്താവിന് വായ്പ കൊടുക്കുന്നതിന് തുല്യമാണ്. അതിൻ്റെ അർത്ഥം, ദൈവത്തിന് വായ്പ കൊടുത്താൽ അവൻ വാക്ക് മാറുകയില്ല, ധാരാളമായി അവൻ തിരിച്ചു തരും. നമ്മളെപ്പോഴും ഓർക്കണം, ഈ ദരിദ്രർക്ക് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ കർത്താവ് ഉടൻ തന്നെ അത് റെക്കോർഡ് ചെയ്ത് സമയമാകുമ്പോൾ കർത്താവ് വായ്പ വാങ്ങിയതുപോലെ അത് തിരിച്ചു തരും. എന്നാൽ മറ്റേ കേസ് അതല്ല. എനിക്ക് നിങ്ങൾ തിരിച്ചു തരണം, ഞാൻ 1,00,000 രൂപ നിങ്ങൾക്ക് തരികയാണ്, അതെനിക്ക് 3 മാസത്തിനകം തിരിച്ചു തരണം എന്ന് വാക്കാൽ പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ കൊടുക്കരുത്. പകരം അത് ഡോക്യുമെൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ചെക്ക് വാങ്ങി വെക്കണം. അത് ലീഗലായിട്ടുള്ള രീതിയിൽ മാത്രമേ കൊടുക്കാവൂ. ഇല്ലെങ്കിൽ കൊടുക്കരുത്. പിന്നീട് ബന്ധങ്ങൾ മുറിയുകയും മുഷിച്ചിലുണ്ടാകുകയും എല്ലാം ചെയ്യാൻ സാധ്യത. അത് പിന്നെ എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ സാധ്യമല്ല. അങ്ങനെയുള്ള നിരവധി സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നമുക്ക് ജനറോസിറ്റിയിൽ വളരണം, ശരിയല്ലേ? ഒന്ന് നെഞ്ചിൽ കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും. കർത്താവേ, കൂടുതൽ കൊടുക്കാൻ എന്നെ സഹായിക്കണമേ, കൂടുതൽ കൊടുക്കാൻ എന്നെ സഹായിക്കണമേ, അതിന് തക്കവണ്ണം എൻ്റെ കയ്യിൽ തരണമേ, ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ എന്നെ സഹായിക്കണമേ. കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആ സ്വഭാവത്തിൽ വളരാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇപ്പോൾ സകലരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. നിങ്ങൾക്ക് രോഗമുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കൈവയ്ക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗങ്ങളിപ്പോൾ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളിൽ ഒരുപക്ഷെ മെഡിക്കൽ റിപ്പോർട്ടോ ഒക്കെ കാണും. കർത്താവ് യേശുവിൻ നാമത്തിൽ എവിടെയാണോ പ്രയാസം അവിടെ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ. രോഗസൗഖ്യം മാത്രമല്ല, ജീവിതത്തിൻ്റെ മറ്റ് പല ആവശ്യങ്ങളിലും ദൈവരത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. പറ്റുവാണെങ്കിൽ നാളെ എന്താണോ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കാൻ പോകുന്നത് അതൊന്ന് നന്നായിട്ട് വായിക്കുകയും അവരവരായി തന്നെ ധ്യാനിക്കുകയും ചെയ്യുക. നാളെ നമുക്ക് കാണുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് വിശദീകരണങ്ങൾ തരാം. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. ബൈ.